തൃശൂർ പീച്ചി റിസർവോയറിൽ വീണ പെൺകുട്ടികളിൽ രണ്ടാമത്തെയാളും മരിച്ചു. പട്ടിക്കാട് സ്വദേശി ആൻ ഗ്രേസ് ആണ് മരിച്ചത്. രണ്ടുപേർ ചികിത്സയിലാണ്. ജേസൺ ചാമുളപ്പിൽ ചേരുന്നു. ജേസൺ ചാമുളപ്പിൽ ഇന്നലെ അർദ്ധരാത്രിയോടെ ഒരു പെൺകുട്ടിയുടെ മരണം സ്ഥിരീകരിച്ചിരുന്നു. ഇപ്പോൾ രണ്ടാമത്തെയാളുടെയും മരണം സ്ഥിരീകരിക്കുകയാണ്. മറ്റു കുട്ടികൾക്ക് എങ്ങനെയുണ്ട്? സുജയ, തീർച്ചയായും ഇന്നലെ വൈകിട്ട് 3:30 അപകടമുണ്ടാകുന്നത്. ശേഷം അതീവ ഗുരുതരാവസ്ഥയിലാണ് 4 പേരെയും ആശുപത്രിയിൽ എത്തിച്ചത്. അതിൽ 3 പേരുടെ നില അതീവ ഗുരുതരമായിരുന്നു. അതിൽ 2 പേരാണ് ഇപ്പോൾ മരിച്ചിരിക്കുന്നത്. മൂന്നാമതാളുടെയും നില ഗുരുതരമായി തന്നെ തുടരുക എന്നതാണ് ആശുപത്രി അധികൃതർ അറിയിച്ചിരിക്കുന്നത്. രാത്രിയോടുകൂടി ഒരാൾ മരിച്ചു. ഇപ്പോൾ പട്ടിക്കാട് സ്വദേശി ആൻ ഗ്രേസും കൂടി മരിച്ചിരിക്കുന്നു. ഇരുവർക്കും 16 വയസ്സാണ്. തൃശൂർ സെന്റ് ക്ലൈസ് സ്കൂളിലെ +1 വിദ്യാർത്ഥികളാണ് ഇവരെല്ലാം. ആശുപത്രിയിൽ നിന്ന് ലഭിക്കുന്ന വിവരമനുസരിച്ച് അപകടനില തരണം ചെയ്തിട്ടില്ല ഇനിയുള്ള ഒരാളുടെ എന്ന് തന്നെയാണ് സുജയ. 4 പേർ ഒന്നിച്ചാണ് ഈ വെള്ളത്തിൽ പെട്ടുപോയത്. ഈ കുട്ടികളെ രക്ഷിക്കാനായി ഉടൻ തന്നെ കഴിഞ്ഞു. 1 മണിക്കൂറിനകം തന്നെ പുറത്ത് കരയിലേക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞുവെന്നാണ് അവിടെ ഉണ്ടായിരുന്ന ആളുകളൊക്കെ പറഞ്ഞത്. പക്ഷേ ഇവർ ഗുരുതരാവസ്ഥയിലേക്ക് പോവുകയായിരുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ, അല്ലേ ജേസൺ? സുജയ, തീർച്ചയായും നാം ഇന്ന് രാവിലെ ഇത് സംബന്ധിച്ച വിശദമായ സ്പോട്ടിൽ നിന്ന് വിശദമായ റിപ്പോർട്ട് നൽകിയിരുന്നു. ഇവർ സെൽഫി എടുക്കാൻ ശ്രമിക്കുന്നതിനിടയിലാണ് അപകടമുണ്ടായതെന്നതാണ് ഏറ്റവും ദുഃഖകരമായ കാര്യം. ഇതിനിടയിൽ കാൽ വഴുതി താഴോട്ട് പോവുകയായിരുന്നു. പിന്നീട് 4 പേരും വെള്ളത്തിലേക്ക് പോയി. 5 പേരായിരുന്നു മൊത്തം ഉണ്ടായിരുന്നത്. ഒരാൾ വെള്ളത്തിലേക്ക് ഇറങ്ങിയിരുന്നില്ല. അവർ അറിയിച്ചതനുസരിച്ചാണ് മറ്റുള്ള നാട്ടുകാരെത്തി 4 പേരെയും പുറത്തെടുക്കുന്നത്. അതിൽ 3 പേരുടെയും നില അതീവ ഗുരുതരം തന്നെയായിരുന്നു. ആ സമയത്ത് ഏകദേശം അരമണിക്കൂറിലധികം വെള്ളത്തിൽ ഇവർ കിടന്നു. അതുകൊണ്ട് തന്നെ പൾസ് എന്ന സംവിധാനം ആശുപത്രിയിൽ എത്തിക്കുമ്പോൾ തീരെ ഉണ്ടായിരുന്നില്ല എന്നാണ് ആശുപത്രി അധികൃതർ അറിയിച്ചത്. ഇന്നലെ തന്നെ അതീവ ഗുരുതരമായി തുടർന്ന സാഹചര്യത്തിൽ പ്രത്യേകം മെഡിക്കൽ ബോർഡ് രൂപീകരിക്കുകയും അതിനുശേഷം വിദഗ്ധ ഡോക്ടർമാർ എത്തിക്കുകയും ചെയ്തെങ്കിൽ പോലും അർദ്ധരാത്രിയോടുകൂടി ഒരാൾ മരിച്ചു. അലീനയാണ്, 14 വയസ്സുള്ള അലീന, തൃശൂർ പട്ടിക്കാട് സ്വദേശിനിയാണ്. അവരും തൃശൂരിലെ സെന്റ് ക്ലൈസ് സ്കൂളിലെ +1 വിദ്യാർത്ഥിയായിരുന്നു. പിന്നീടാണ് ഇപ്പോൾ ഏകദേശം 1:36 രണ്ടാമതൊരാളുടെ കൂടി മരണം സ്ഥിരീകരിക്കുന്നത്. ഇനി ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ഒരാൾ കൂടി, ഐറിൻ കൂടി ഗുരുതരാവസ്ഥയിൽ തുടരുന്നു എന്നാണ് ആശുപത്രി അധികൃതർ അറിയിച്ചിരിക്കുന്നത്. അതീവ വേദനാജനകമായ തീർച്ചയായും വേദനിപ്പിക്കുന്ന ഒരു അപകട വാർത്ത തന്നെയാണ്. 2 പെൺകുട്ടികളുടെ മരണം സ്ഥിരീകരിച്ചു. ഒരാൾ ഗുരുതരാവസ്ഥയിലാണ്, മറ്റൊരാളും ആശുപത്രിയിൽ ചികിത്സയിലാണ്.